നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ദില്ലാ മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും NSSനോട് അടുക്കാൻ SNDP. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കേണ്ട സാഹചര്യമാണിതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NSSുമായി കലഹമില്ലെന്നും സമരസപ്പെടുമെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കാൻ തയ്യാറാണെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ തുടർന്നു. നിവേദനത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ VD സതീശൻ നടത്തിയ ഈ പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശനെ വിശാല സാമുദായിക ഐക്യത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയ്ക്ക് അയക്കണ്ടേ? കാരണം ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവർ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവർ മതേതരത്വം പറയും. അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളിലും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കയ്യടി കിട്ടിയ സതീശന്റെ പ്രസംഗത്തിന് കണക്ക് തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് വെള്ളാപ്പള്ളി. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിനായിരിക്കും പ്രാമുഖ്യമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ പ്രതിധ്വനിക്കുന്നത് സംഘപരിവാറിന്റെ ഭാഷയാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യം നായാടി മുതൽ നസ്രാണി വരെ എന്ന് വികസിപ്പിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ ചുവ വിടുന്നില്ല. നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. പെരുന്നേരി ചെല്ലുന്നതിന് എനിക്ക് അത്ര ആയിത്തൊന്നും എനിക്കില്ല, ചെല്ലണം കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ NSSുമായിട്ട് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അവരുമായിട്ട് പിണങ്ങിട്ട് എന്ത് കാര്യം? പിണങ്ങിട്ട് എന്ത് കിട്ടി? അവരുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് ആര്? ഈ കുരങ്ങനെ കൊണ്ട് ചൂടിയോറ് മാന്തിക്കുകയല്ല ചെയ്തത്. സംവരണ കാര്യമല്ല അവരുമായിട്ടുള്ള തർക്കം എല്ലാം പറയുന്ന നേതാവേ. ഈ സംവരണത്തിൽ എന്ത് നേടി? കാറിൽ കയറ്റിയ വിഷയത്തെ ആളിക്കത്തിക്കാനും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നുണ്ട്. അതിനാണ് NSSന്റെ പിന്തുണ ലഭിച്ചതും. അല്ല, ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് SNDPയുമായിട്ട് ഇപ്പൊ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. അദ്ദേഹം നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. അത് വേണ്ടതാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കും, ഒരു സംശയവുമില്ല. അതിനകത്ത് യാതൊരു പരിധിയില്ല. അതിനൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ, അദ്ദേഹം സംസാരിച്ചിട്ടില്ല നമ്മളോട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകാതിരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ പരാമർശങ്ങൾ. 24 തിരുവനന്തപുരം. ശബരിമലയിലെ വാജിവാഹനം മുൻ ദേവസ്വം ഭരണസമിതി തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധിപ്രകാരമെന്ന് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. വാജിവാഹനം കൈമാറിയത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലെന്നും ഹൈക്കോടതി അംഗീകരിച്ച റിപ്പോർട്ടിൽ പരാമർശം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. VSSC സമർപ്പിച്ച പരിശോധനാ ഫലമാണ് അന്വേഷണ സംഘത്തിന് കൊല്ലം വിജിലൻസ് കോടതി കൈമാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നാണ് വാജിവാഹനം SIT കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് UDF ഭരണസമിതിയാണെന്നും SIT കണ്ടെത്തി. ഇതിനിടയിലാണ് പുതിയ ട്വിസ്റ്റ്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഹൈക്കോടതി നിയമിച്ച അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണെന്ന രേഖയാണ് പുറത്തുവന്നത്. റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതിസന്ധിയിലായി. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്ത്രിക്ക് ബോർഡ് കൈമാറിയ വാജിവാഹനം തൊണ്ടി മുതലായി എങ്ങനെ നിലനിൽക്കുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. SIT അന്വേഷണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം കൂടുതൽ ശക്തമാകും. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊല്ലം വിജിലൻസ് കോടതി കൈമാറി. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ SIT കണ്ടെടുത്തതെന്ന വിവരം റിപ്പോർട്ടിലുണ്ടാകും. 24 കൊച്ചി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ കനത്ത തിരിച്ചടി. ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിനെതിരായ പരാതി ഗൌരവതരമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പ്രതിഭാഗം വാദങ്ങൾ പൂർണ്ണമായും തള്ളി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ അംഗീകരിച്ചാണ്
തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. മുമ്പും സമാന കേസുകളിൽ രാഹുൽ പ്രതിയാണെന്നും ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും വിധിയിൽ പരാമർശമുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായിരിക്കെ ജാമ്യം നൽകിയാൽ തുടരന്വേഷണത്തെയും പ്രതികൂലമായി ബാധിക്കും. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. അന്വേഷണത്തോട് രാഹുൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ഉത്തരവിൽ പരാമർശിച്ചാണ് ജാമ്യം നിഷേധിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ രാഹുലിന്റെ സുഹൃത്തുക്കൾ പരസ്യമാക്കി. മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി കേസ് പിൻവലിപ്പിക്കുവാനുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പുറത്തിറങ്ങിയാൽ അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. തിങ്കളാഴ്ച രാഹുലിന്റെ അഭിഭാഷകൻ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യത്തിനായി സമീപിക്കും. 14 ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. 24 പത്തനംതിട്ട. മുന്നണി മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ പ്രശംസിച്ച് LDF നേതാക്കൾ. കോട്ടയം ജില്ലാ LDF യോഗത്തിലായിരുന്നു പ്രശംസ. അതിനിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശത്തെ പറ്റിയല്ല താൻ വിസ്മയം എന്ന് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. മുന്നണി മാറ്റ വിവാദങ്ങളിൽ ആദ്യം വലിയ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ ജോസ് കെ മാണി നടത്തിയ വാർത്താസമ്മേളനം LDFന് വലിയ ആശ്വാസമായി. ജോസ് കെ മാണിയുടെ നിലപാട് മുന്നണിക്ക് കൂടുതൽ ആവേശമായി. ഇതോടെയാണ് ഇന്ന് ചേർന്ന കോട്ടയത്തെ ജില്ലാ LDF യോഗത്തിൽ നേതാക്കൾ ജോസ് കെ മാണിയെ പ്രശംസിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും സ്ഥാനാർത്ഥി മോഹത്തിൽ നിന്നും AICCയുടെ ജനറൽ സെക്രട്ടറിക്ക് പിൻവാങ്ങേണ്ടി വന്നത് ഇന്നലെ കോട്ടയത്തുണ്ടായ മുഖമടിച്ചു കൊടുത്ത അടിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വർദ്ധിത ശക്തിയോടുകൂടി ജാഥ മുന്നോട്ട് വരും. വളരെ നിർണായകമായ മുന്നേറ്റമായിരിക്കും ഈ ജാഥയോട് ഒപ്പം മധ്യകേരളം നടത്താൻ പോകുന്നത്. LDFന്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി മുഴുവൻ സമയവും ജോസ് കെ മാണി ഉണ്ടാകും. ജാഥയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളാണ് LDFൽ ഇന്നുണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ക്ഷേമകാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ കർമ്മ പരിപാടിയാണ് ഈ ജാഥ. കേരള കോൺഗ്രസ് എം നിലപാട് വ്യക്തമാക്കിയതോടെ ചർച്ചകളില്ലെന്ന നിലപാടിലാണ് UDF നേതാക്കൾ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. വിസ്മയം പറഞ്ഞാൽ പിന്നെ വിസ്മയം ഉണ്ടാവോ? കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് UDFനെ ബാധിക്കുന്നില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 24 കോട്ടയം. 24 എക്സ്ക്ലൂസീവ്. ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. 24നോട് ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക് വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയെ നാഞ്ഞടിച്ചായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവർ അലി തങ്ങൾ 24നോട് വെളിപ്പെടുത്തി. നമ്മൾ അവരൊരു ശത്രുപക്ഷത്ത് നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയലക്ഷ്യം വെക്കുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുനവർ അലി തങ്ങൾ 24നോട് നിലപാട് തുറന്നു പറഞ്ഞത്. ഇതാദ്യമായാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത്. സമസ്ത APEK വിഭാഗങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് പരസ്യ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടി ഒരുമിച്ച് പോകണമെന്ന നിലപാടാണ് മുനവർ അലി തങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളയാത്ര വിജയകരമായി തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് തിരിച്ചെത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ചു. ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി വാദിക്കുന്നവരാണെന്ന് കാന്തപുരം 24നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് UDFുമായി ബാന്ധവുമില്ലെന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ്
24 അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മുനവർ അലി തങ്ങളുടെ വെളിപ്പെടുത്തലോടെ UDF ജമായത്ത് ബാന്ധവത്തിന്റെ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ കർശനമാക്കണമെന്ന് യൂത്ത് ലീഗ്. കൽപ്പറ്റ, പട്ടാമ്പി സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതിനിടെ KM ഷാജിയെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത രംഗത്തു വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം മുസ്ലിം ലീഗിൽ രൂക്ഷമാവുകയാണ്. 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകരുതെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന പ്രധാന ആവശ്യം. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവർക്ക് മാത്രം 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയാൽ മതി. PK ഫിറോസ്, P ഇസ്മയിൽ, മുജീബ് കാടേരി എന്നിവർക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്നുമാണ് യൂത്ത് ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലെ ആവശ്യം. ഇക്കാര്യം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 30 സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ ആവശ്യം. സീറ്റുകൾ തരുന്നത് പാർട്ടിയാണ്. തീർച്ചയായും യൂത്ത് ലീഗിന്റെ പരിഗണന ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് ലീഗിനായിരുന്നു ഏറ്റവും കൂടുതൽ മുൻഗണന ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയ ഫാക്റ്റായിരുന്നു വിജയത്തിന് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. അന്തിമ തീരുമാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതൊക്കെ സംബന്ധിച്ച് വളരെ വിശാലമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് സംബന്ധിച്ചുള്ള അവസാന കാര്യം നമുക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അറിയാമെന്നേ പറയാൻ പറ്റും. ഇതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയെ കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നതിനെതിരെ EK വിഭാഗം സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തി. ഫേസ്ബുക്ക് ചർച്ചകൾ പല പേരിലും നടക്കുന്നുണ്ടെന്നാണ്. അത് ഏത് വ്യക്തി എന്നുള്ളതൊന്നും സൂചിപ്പിച്ചിട്ടില്ല. സുന്നി പ്രസ്ഥാനത്തെ അവഹേളിച്ച് സംസാരിക്കുന്നവരെയും മതപണ്ഡിതന്മാരെ വേദികളിൽ അധിക്ഷേപിക്കുന്നവരെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുതെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്ത. 24 കാസർഗോഡ്. മുതിർന്ന CPIM നേതാവ് AK ബാലനെതിരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. AK ബാലന് മൂത്ത് നിറച്ച് ബുദ്ധി കുറവായിരിക്കുന്നു. ബാലനും ജയിലിൽ പോകാൻ തയ്യാറാണെന്നും KM ഷാജി പറഞ്ഞു. തടവുകാരുടെ വേതനം കൂട്ടിയത് മുഖ്യമന്ത്രിക്കും മരുമകനും ജയിലിൽ പോകുമ്പോൾ കിട്ടേണ്ട തുകയാണെന്നും KM ഷാജി പരിഹസിച്ചു. AK ബാലന് ഇതേ കാര്യം പറഞ്ഞപ്പോ ഖുർആനും വിളിച്ചു വന്നിട്ട് പറഞ്ഞു ഞാൻ ജയിലിൽ പോവാതെ. ഈ ഉദ്ദേശം വെച്ചിട്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നിഷ്കളങ്കമായിട്ട് വന്നതാണെന്ന്. എന്നിട്ട് അത് മാത്രമല്ല, അയാൾ പറഞ്ഞൊരു തമാശ ഉണ്ട്, ഞാൻ ജയിലിൽ പോയിട്ട് ഖുർആൻ വായിക്കുന്നു. ബാല ഖുർആൻ വായിച്ച ജയിലിലൊന്നും പോട്ടെ, കുറേന്ന് മുതൊന്ന് വായിക്കാം. നമ്മളൊക്കെ അങ്ങനെ വായിച്ചത് മര്യാദക്ക് വായിച്ച ജയിലിൽ പോവാതിരിക്കാം. ബാലൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, മൂത്തു നിറച്ച് ബുദ്ധി കുറഞ്ഞു തുടങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ വന്ന് പത്രക്കാരോട് പറയാണ്, എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഔദാര്യപൂർവ്വം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, എന്റെ കൂടെ മുസ്ലിം സഹോദരൻ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭയങ്കര സംഭവമാണല്ല. എവിടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പത്രക്കാരെ വിളിച്ചിട്ട് മതേതരത്തെ തെളിയിക്കാൻ പറയുകയാണ്. TP സെൻകുമാറിന് മറുപടിയുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും BJP നേതാവുമായ VV രാജേഷ്. VD സതീശനെ പോലുള്ള ഹിന്ദു നാമധാരികളെ തോൽപ്പിക്കാൻ BJPക്ക് വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ അവർക്കെതിരെ വോട്ടു ചെയ്യണമെന്ന പരാമർശമാണ് VV രാജേഷ് തിരുത്തിയത്. TP സെൻകുമാറിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും BJPക്ക് പരമാവധി വോട്ട് നേടുക എന്നതാണ് ലക്ഷ്യമെന്നും VV രാജേഷ് പറഞ്ഞു. ഹിന്ദുവിന്റെ 1-ാം നമ്പർ ശത്രുവായിട്ട് വർത്തിക്കുന്നത് അഹിന്ദുക്കളല്ല, ഹിന്ദു നാമധാരികളാണ്. ആ ഹിന്ദു നാമധാരികളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ വോട്ട് ഉപയോഗിക്കണം. സെൻകുമാർ സാറ് ചില കാര്യങ്ങൾ പരാമർശിച്ച കാര്യത്തിലോടുള്ള എൻ്റെ ശക്തമായ വിയോജിപ്പ് കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കാരണവശാലും നമ്മുടെ ആരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോണിൽ പോലും ഒരാളിനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് പരമാവധി വോട്ട് നേടുവാൻ വേണ്ടി എന്താണ് സാധിക്കുന്നത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മമതാ ബാനർജി സർക്കാരിനെതിരെ അഞ്ഞടിച്ചും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം എടുത്തു പറഞ്ഞും പശ്ചിമബംഗാളിലെ BJP റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിലേത് ഹൃദയമില്ലാത്ത സർക്കാരാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടായിസം അവസാനിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിഭജന രാഷ്ട്രീയം പിന്തുടരുന്നവരാണ് കാലങ്ങളായി കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭരിച്ചത്.
ഇതിൽ നിന്നും പല സംസ്ഥാനങ്ങളെയും BJP മോചിപ്പിച്ചു. ദരിദ്രരുടെ ശത്രുക്കളാണ് ബംഗാളിലെ TMC സർക്കാരെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. TMC സർക്കാർ बहुत ही निर्दयी है, बहुत ही निर्मम है. केंद्र सरकार गरीबों के लिए जो पैसा भेजती है, उस पैसे को यहां TMC के लोग लूट लेते हैं. അനധികൃത നുഴഞ്ഞുകയറ്റം ബംഗാളിന്റെ ജനസംഖ്യാ അനുപാതത്തിൽ കാര്യമായ മാറ്റം വരുത്തി. BJP അധികാരത്തിലെത്തിയാൽ ബംഗാളിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് മേയറുണ്ടായെന്നും പ്രധാനമന്ത്രി. കേരള की राजधानी तिरुवनंतपुरम में भी पहली बार BJP के मेयर बने हैं. इस बार बंगाल के लोग भी BJP को भारी बहुमत से विजयी बनाएंगे. മാൾഡ സ്റ്റേഷനിൽ ഹൗറ ഗുവാഹത്തി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും 4 അമൃത് ഭാരത് എക്സ്പ്രസുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. पश्चिम बंगाल को सिर्फ एक ट्रेन नहीं मिल गई, बल्कि विकास की पटरी पर भी दौड़ने का एक अवसर मिला है. साफ तौर पर यहाँ पर 3250 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 24 ഡൽഹി. കഴിഞ്ഞ മാസം ഇറാൻ പിടിച്ചെടുത്ത എണ്ണ ടാങ്കറിലെ 16 ഇന്ത്യക്കാർക്ക് കോൺസുലർ സഹായം നൽകാൻ അനുമതി വേണമെന്ന് ഇന്ത്യ. ജുഡീഷ്യൽ നടപടികൾ വേഗത്തിലാക്കണമെന്നും ഇറാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. അച്യുതൻ വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്? ഏത് സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെയൊരു ആവശ്യം? ദില്ലി കഴിഞ്ഞ മാസം ആദ്യ വാരമാണ് ഇറാൻ ഈ എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത സംഭവം ഉണ്ടായത്. ഇതിൽ 16 ഇന്ത്യൻ ജീവനക്കാർ ഉണ്ടായിരുന്നു. തുടർച്ചയായി തന്നെ ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ ഒരു കോൺസുലർ സഹായം നൽകാനുള്ള അനുമതി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഒപ്പം തന്നെ ഈ ജീവനക്കാർക്ക് കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയിരുന്നു. പക്ഷെ ഇതുവരെയും ഇറാൻ അധികൃതർ ഒരു അനുകൂല തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇറാന് മേലൊരു സമ്മർദ്ദം ഇപ്പോൾ ചെലുത്തിയിരിക്കുന്നത്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അതായത് ജുഡീഷ്യൽ നടപടി വേഗത്തിലാക്കണം, ഒപ്പം തന്നെ ഇന്ത്യൻ ജീവനക്കാർക്ക് കോൺസുലർ സഹായം ഏർപ്പെടുത്തുന്നതിനുള്ള അനുമതി നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയതായാണ് ഈ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഷോക്കേറ്റ് കുട്ടി മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് HSSലെ ഹെഡ് മിസ്ട്രസ് സുജയുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവർ. കഴിഞ്ഞ ജൂലൈ 17 അപകടം. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ആയിരുന്നു ഷോക്കേറ്റ് മരിച്ചിരുന്നത്. ഇപ്പോൾ ഹെഡ് മിസ്ട്രസിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അവർ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കൊല്ലത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റലിൽ കായിക താരങ്ങളായ പെൺകുട്ടികൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ഒരു അധ്യാപകനിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും തിരിച്ചുവരാൻ മകൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും മരിച്ച സാന്ദ്രയുടെ അമ്മ സിന്ധു പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആത്മഹത്യാക്കുറിപ്പ് ഒരേ കൈപ്പടയിലാണെന്ന ഗുരുതര ആരോപണവും കുടുംബം ഉന്നയിച്ചു. ഞാൻ ഒരു തെറ്റ് ചെയ്യണം അമ്മ, അച്ഛനും അമ്മയും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാനിയനെ നോക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി വെച്ചിണെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. മരിക്കുന്നതിന്റെ തലേ ദിവസവും സാന്ദ്ര വിളിച്ചിരുന്നു. സായിയിലെ പ്രയാസങ്ങളെക്കുറിച്ചാണ് അപ്പോഴും പറഞ്ഞത്. സാന്ദ്രയെ നന്നായി നോക്കിയിരുന്ന ഹോസ്റ്റൽ വാർഡൻ 1 മാസം മുമ്പ് മാറിപ്പോയി. ഇവരെ ബന്ധപ്പെടരുതെന്ന് ഇപ്പോഴത്തെ ഇൻചാർജായ അധ്യാപകൻ ആവശ്യപ്പെട്ടിരുന്നതായും ഇതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിച്ചു. സായിന്റെ അധികൃതർ 5 ആൾ റൂമിലുണ്ടെന്നും പോലീസ് 4 ആൾ റൂമിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ, ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എല്ലാ വാർഡനും സെക്യൂരിറ്റി എല്ലാ സംവിധാനങ്ങളുള്ള സ്ഥലത്ത് റൂമിൽ എത്ര ആളുണ്ടെന്ന് പോലും സായിന്റെ അധികൃതർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അതിലെന്തൊരു ദുരൂഹതയുണ്ട്. സാന്ദ്രയുടെ മരണശേഷം സായി അധികൃതർ ബന്ധപ്പെട്ടിട്ടില്ല. പോലീസ് വിളിച്ചപ്പോഴാണ് വിവരമറിയുന്നത്. വൈഷ്ണവിയുടെ കുടുംബവും സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തി. ഒരു ദിവസം മുന്നേ വിളിച്ചിട്ട് ഒരു കബഡി ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ റിസൾട്ട് വന്ന് ആദ്യമായിട്ട് അവർ ചാമ്പ്യൻസായി.
അത്ര ഹാപ്പിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഒരിക്കലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യൂല എന്ന് പറഞ്ഞ എന്തോ ഒരു ദുരൂഹത ഇതിലുണ്ട്. വ്യാഴാഴ്ചയാണ് കോഴിക്കോട് കടലുണ്ടി സ്വദേശിയായ സാന്ദ്രയെയും തിരുവനന്തപുരം സ്വദേശിയായ വൈഷ്ണവിയെയും ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. +2 പഠിച്ചിരുന്ന സാന്ദ്ര അത്ലറ്റും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വൈഷ്ണവി കബഡി താരവുമായിരുന്നു. 24 കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് നൽകുന്ന സഹായം ഡിസംബർ മാസത്തോടെ അവസാനിപ്പിച്ചെന്ന പ്രചാരണം തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ധനസഹായം 3 മാസം കൂടി നീട്ടാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ബോധപൂർവം ചില കാര്യങ്ങൾ മറച്ചുവെച്ച് സർക്കാരിനെതിരെ കുപ്രചാരണം നടത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ജീവനോപാധി എന്ന വിധത്തിൽ ചൂരൽമലയിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം 300 രൂപ വീതമുള്ള സഹായം ഒരു കുടുംബത്തിലെ 2 പേർക്ക് വരെ വിതരണം ചെയ്യാവുന്ന ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യാവുന്ന സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചുവെന്നും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുമുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.